ആലപ്പുഴയിലെ വനിതാ ഡോക്ടറെ വീട്ടിൽ കയറി കൊല്ലാൻ ശ്രമം എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ട്. അതായത് അയാൾ ലഹരിക്ക് അടിമയാണ്. പിന്നെ അതിനകത്ത് പറയുന്ന മറ്റൊരു വിവരം എന്ന് പറഞ്ഞാൽ ഇവർ മുൻവൈരാഗ്യം ഉണ്ട്, അതുകൊണ്ടാണ് കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറയുന്നുണ്ട്. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? എന്താണ്? ഇന്നലെ രാവിലെ 7:30 കലവൂരിൽ. ആലപ്പുഴയാണ് അല്ലേ? ആലപ്പുഴ ഇപ്പൊ നിരന്തരം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആലപ്പുഴ കൊല്ലമായിട്ടൊരു മത്സരത്തിലാണ് കുറച്ച് ഒന്നുകൂടെ കയറി പോകാനുള്ള ശ്രമം നോക്കിക്കൊണ്ടിരിക്കുക. കൊല്ലം പക്ഷേ വിട്ടുകൊടുക്കാതെ കൊല്ലം പക്ഷെ അങ്ങനെ കൊല്ലം കുറച്ചുകൂടെ ഇങ്ങനെയുള്ള നിസ്സാര കല്ലേസ് പപ്പടം ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഇത് പക്ക അങ്ങനെ ഒരു എന്താ പറയുന്ന ക്രൈം അങ്ങനെ തന്നെ അങ്ങ് പോവുക, ക്രൈമായിട്ട് പോവുക. മറ്റേതിനകത്തൊരു ചിരിക്കാനുള്ള എലമെന്റും കൂടെ കൊല്ലത്ത്, നമ്മുടെ ജില്ലയാണെങ്കിലും നമ്മൾ രസികന്മാരാണല്ലോ, നമ്മളൊരു ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പോലും അതിനകത്ത് ഒരു രസകരമായി ചെയ്യണമെന്ന് ചിന്തിക്കുന്ന, മനോഹരമാക്കുക. ആളുകൾക്ക് ക്രൈം ചെയ്ത് കഴിഞ്ഞിട്ട് ആളുകൾക്ക് ചിരിക്കാനുള്ള ഒരു എൻജോയ് ചെയ്യാനുള്ള വകയിട്ട് കൊടുക്കും. കേട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ചിരിക്കണം. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ആളുകളെ കൊല്ലുക, കുഴിച്ചിടുക. നമ്മൾ ആലപ്പുഴയെ മോശമാക്കി പറയുന്നതല്ല, അങ്ങനെ ആരും ചിന്തിക്കരുത്. അപ്പോ ഇത് സുനിലാലല്ല, സുനിലാൽ എന്നാണ് ഇവന്റെ പേര്. ഇവന് 31 വയസ്സുണ്ട്. ഇവൻ ചെയ്ത പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാവിലെ ആലപ്പുഴ കലവൂരിലുള്ള ഒരു വനിതാ ഡോക്ടറുടെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് വീടിന്റെ കതക് തുറന്നിട്ടിരുന്ന കതകിലൂടെ അകത്ത് ചെന്ന് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരുന്ന വനിതാ ഡോക്ടറെ പുറകിൽ നിന്ന് കഴുത്തിന് പിടിച്ച് കമഴ്ത്തി കിടത്തി കഴുത്ത് ഞെരിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന സ്പൂൺ വെച്ച് ഇവന്റെ ദേഹത്ത് കുത്തി. ബുദ്ധി ഉണ്ടാകും. അപ്പോൾ ഒരു വനിതയാണെങ്കിലും തിരിച്ച് ബാക്കിൽ നിന്ന് കുത്തി കൊടുത്തപ്പോൾ ഇവന്റെ പിടുത്തം അയഞ്ഞു. ഇവരുടെ ഭർത്താവും 2 കുട്ടികളും ഈ സമയത്ത് വീട്ടിലുണ്ട്. അവരറിഞ്ഞില്ല. ബഹളം കെട്ടിട്ട് അവർ ഓടിയെത്തി. അദ്ദേഹം പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ, രാവിലെ ജിമ്മിന് പോയി തിരികെ വന്ന ശേഷമാണ് ഈ അക്രമം ഉണ്ടാകുന്നത്. അദ്ദേഹം കൂടി ഇല്ലായിരുന്നെങ്കിൽ ആ സ്ത്രീയെ ഇവൻ കൊലപ്പെടുത്തിയാനെ. അദ്ദേഹം വന്ന് അകത്ത് കയറി റൂമിൽ ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇവൻ അകത്തേക്ക് കയറിപ്പോയത്. അപ്പൊ ഇത് അദ്ദേഹം അറിഞ്ഞില്ല, ഇവൻ ഈ വാതിൽ കൂടെ അകത്തേക്ക് കയറിപ്പോയി എന്നുള്ളത്. അകത്തെ ബഹളം കേട്ട് അദ്ദേഹം ഓടിച്ചെന്ന് ഇവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഇവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലെ ആയുധങ്ങൾ തപ്പി ഈ പാറ്റയ്ക്കടിക്കുന്ന ഹിറ്റ് സ്പ്രേ ഉണ്ടല്ലോ, അതെടുത്ത് വെച്ച് ഇവരെ ഇദ്ദേഹത്തിന് നേരെ പ്രയോഗിച്ചു. ഈ സമയത്ത് ഈ സ്ത്രീ അവിടെ ഇരുന്ന മുളക് പൊടി എടുത്ത് ഇവന്റെ കണ്ണിൽ എറിഞ്ഞു കൊടുത്തു. അത് ബുദ്ധിയുള്ള ആളുകളാ. ബുദ്ധിയുള്ള സ്ത്രീയാണ്. മറ്റ് വേറെ ചില സ്ത്രീകളൊക്കെ ആണെങ്കിൽ പേടിച്ചു പതറിപ്പോവും. അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എടുത്തു വെച്ച് പിന്നെ മുളക് പൊടി എടുത്തു വെച്ച് വാരി എറിഞ്ഞു കൊടുത്തു, ഇവന്റെ കണ്ണിൽ എറിഞ്ഞു കൊടുത്തു. അതോടുകൂടി ഇവന്റെ കിളി പാറി ഇവൻ നെട്ടോൺ വട്ടം ഓടി. അപ്പോൾ അവർ കഥ അടച്ചു, ലോക്ക് ചെയ്ത് പുറകുവശത്തെ വാതിലിൽ കൂടെ നാട്ടുകാരെ ഉള്ളി കയറ്റി. നാട്ടുകാർ ഓടി വന്നു, ബഹളം കേട്ട് നാട്ടുകാർ ഓടി വന്ന് അകത്ത് കയറി പുറകുവശത്തെ വാതിൽ, ഫ്രണ്ട് വാതിൽ തപ്പി ഓടിയത്. അപ്പോൾ ഫ്രണ്ട് വാതിൽ ഇവരങ്ങ് ലോക്ക് ചെയ്തു. എന്നിട്ട് ഇവർ ബാക്ക് വാതിൽ വഴി നാട്ടുകാരെ കയറ്റി ഇവനെ കൈയും കാലും കെട്ടിയിട്ട് പോലീസിനെ ഏൽപ്പിച്ചു. ഇവൻ അമിതമായ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവരെ ആക്രമിക്കുന്നതിനിടയിൽ ഇവരുടെ ഭർത്താവിന്റെ പേര് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് എന്താ ജോലി? ഭർത്താവും ഡോക്ടറാണ്. അപ്പം അദ്ദേഹം ഒരു കോട്ടയം സ്വദേശിയാണ്. ഇവര് കലവൂർ സ്വദേശി. ഇവർ കലവൂരിലുള്ള സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറാണ്. അദ്ദേഹം പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറുമാണ്. അപ്പോൾ അദ്ദേഹം നേരത്തെ ഈ കോവിഡ് സമയത്ത് ഈ നമ്മുടെ സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുമല്ലോ, ആ സമയത്ത് കുറച്ച് കൊട്ടേഷൻ ഗുണ്ടകൾ ഒരു ആക്രമണത്തിന് ശേഷം സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇദ്ദേഹം അതിന് സമ്മതിച്ചില്ല. അന്ന് നമ്മൾ ഈ വാർത്ത വായിച്ചതാണ്, കോവിഡ് സമയത്ത്, ലോക്ക്ഡൌൺ സമയത്ത്. അപ്പോൾ ഒരു ഡോക്ടറെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നമ്മളൊക്കെ വായിച്ചതാണ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് സമ്മതിച്ചില്ല. അങ്ങനെ ഇദ്ദേഹത്തെ എടുത്തിട്ട് ഇടിച്ചു. ഇദ്ദേഹത്തെ ആക്രമിച്ചു. അതിന്റെ പോലീസ് കേസും വിചാരണ ആരംഭിക്കാൻ പോവുക. ആ വൈരാഗ്യമാണ് ഇതിന് കാരണം. ആ കേസിലുള്ള ആളാണോ? അല്ല, ഇവൻ അതിലുള്ള ആളല്ല. പക്ഷെ അവർ പറഞ്ഞു വിട്ടിട്ട് വന്നവരാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത്. കാരണം ഈ ഡോക്ടറെയോ വനിതാ ഡോക്ടർക്കോ ഈ ഭർത്താവിനോ ഇവനെ മുൻപരിചയമില്ലാത്തവരാണ്. പക്ഷെ ഇവരെ അറിയാം. ഇന്നലെ
സ്ത്രീ ആ കരുതലോടുകൂടി ആ പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നലെ നമുക്ക് ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു വന്ദനയുടെ കഥ പറയേണ്ടി വന്നേനെ. മറ്റൊരു ഡോക്ടറുടെ കഥ നമുക്ക് പറയേണ്ടി വന്നേനെ. എന്നിട്ട് ഇവൻ പറയുമ്പോൾ ഹാലൂസിനേഷൻ ആണെന്ന് പറയും. മറ്റവൻ പറയുന്നുണ്ടല്ലോ, മറ്റവൻ അവിടെ പോയി കോടതി കിടന്ന് ആഞ്ഞു തള്ളക്കോ, അവന് ഹാലൂസിനേഷനാ, അവന് ബോധമില്ലായിരുന്നു, ഓർമ്മയില്ലായിരുന്നു എന്നൊക്കെയാണ് അവൻ വിളിച്ചു പറഞ്ഞത്. അവനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് അവനെ അല്ല ആദ്യം, ആ കൊണ്ടുപോയ പോലീസുകാരെ ആദ്യം കൈകാര്യം ചെയ്യും. മുൻകരുതലും ഇല്ലാതെ കൊണ്ടുവന്നു. ഹാൻഡ് കഫ് ഇടാതെ ഇത്രയും ബോധമില്ലാത്തവനെ കൊണ്ടുപോയി അവിടെ ഇട്ട് കൊടുക്കാൻ പാടുണ്ടോ? ഹാൻഡ് കഫ് ഇടണ്ടേ? പിന്നെന്തിനാ സാധനം വെച്ചേക്കുന്നത് ഇവരുടെ കയ്യിൽ? ഈ സാധനം പിന്നെ അവരെ കൈ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അതും കൊണ്ട് ചെന്ന് കൊണ്ടിട്ടിട്ട് മുമ്പ് ഇട്ട് കൊടുക്കണം. ഒരു ജീവനങ്ങ് പോയില്ലേ. പിന്നെ ആ കുഞ്ഞിന്റെ പേരിലുള്ള ഒരു ക്ലിനിക്ക് ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഓർമ്മയ്ക്ക് ആ കുഞ്ഞിന്റെ പേരിൽ ഒരു ക്ലിനിക്ക് ഇന്ന് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഇവനെ പോലുള്ളവരെയൊന്നും ഇനി പുറത്തേക്ക് വിടരുത്, പുറത്തേക്ക് വിടാൻ പാടില്ല. ഇത്തരം ക്രിമിനൽസ് ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറിപ്പോയി ആ വീട്ടിനുള്ളിൽ അവന് ഭർത്താവിനോടുള്ള ദേഷ്യമാണെങ്കിൽ ഭർത്താവിനോടല്ലേ പോയി തീർക്കേണ്ടത്? ആ പാവം ആ സ്ത്രീ എന്ത് ചെയ്തു? അടുക്കളയിൽ നിന്ന് പാചകം ചെയ്തുകൊണ്ടിരുന്ന ആ സ്ത്രീ എന്ത് ചെയ്തു? അവരെ പോയി പുറകിൽ നിന്ന് പിടിച്ച് കമിഴ്ത്തി കിടത്തി കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കി. ഇവൻ ആയുധവുമായിട്ട് ആയിരുന്നു ചെന്നിരുന്നെങ്കിൽ പിന്നിൽ നിന്ന് ആക്രമിച്ചേനെ, അവരെ ആക്രമിച്ചേനെ. ഇവന്റെ കയ്യിൽ ആയുധമില്ലായിരുന്നു. ആയുധമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ സ്ത്രീ രക്ഷപ്പെട്ടത്. അങ്ങനെ പോലീസ് എടുത്തുകൊണ്ടുപോയി ഇവനെതിരെ പിന്നെ അറ്റംപ്റ്റ് മർഡർ, കൊലപാതകത്തിനുള്ള ശ്രമം കേസെടുത്തിട്ടുണ്ട്, റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ജാമ്യം കിട്ടുമെന്നേ കുറേ കഴിയുമ്പോൾ ജാമ്യം കിട്ടും. കരുതിക്കൂട്ടിയുള്ള വധശ്രമം എന്നാണ് പോലീസ് കൊടുത്തിരിക്കുന്നത്. 307 കൊടുത്തിരിക്കുന്നത്. 307 ആണെങ്കിലും കുറച്ച് കിടക്കുമ്പോഴത്തേക്ക് ജാമ്യം കിട്ടി ഇവനൊക്കെ പുറത്തിറങ്ങി വരും. ഇവനെയൊക്കെ സ്ഥിരമായി നിരീക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ഇവനെയൊക്കെ സ്ഥിരമായി എല്ലാ കാലത്തും ഇവനെയൊന്നും പിടിച്ച് ജയിലിൽ ഇടാൻ പറ്റത്തില്ല. അത് നമ്മുടെ നിയമം അനുശാസിക്കുന്നില്ല. പക്ഷെ ഇവനെയൊക്കെ സ്ഥിരമായിട്ട് പോലീസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ലിസ്റ്റ് ചെയ്ത് കളയണം. ലിസ്റ്റ് ചെയ്ത് സർവൈലൻസ് ഇട്ടിരിക്കണം. അത് ചെയ്യാറുണ്ട് പോലീസ്. പോലീസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചില ഗുണ്ടകളെ നിരീക്ഷിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ ഒരു പോലീസുകാരനെ തന്നെ ഇട്ട് കൊടുക്കാറുണ്ട്. സ്ഥലത്തെ ഒരു സ്റ്റേഷൻ പരിധിയിലെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ട എന്തെന്ന് വെച്ചോ സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവനെ നിരീക്ഷിക്കാൻ വേണ്ടി ഒരു ഡ്യൂട്ടി ഒരു പോലീസുകാരന് ഒരു ദിവസം ഒരു ഡ്യൂട്ടിയും കൊടുക്കും. അങ്ങനെ ചാർട്ട് ചെയ്ത് വിടാറുണ്ട്. ഒരു ദിവസം ഒരു പോലീസുകാരനാണെങ്കിൽ അടുത്ത ദിവസം വേറൊരു പോലീസുകാരൻ. ഇയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറകെ നടന്നുകൊണ്ടേയിരിക്കും. ഈ 8 തോട്ടകൾ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ ഇതാണ്. 8 തോട്ടകൾ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതാണ് നമ്മുടെ പിന്നീട് കൊറോണ പേപ്പേഴ്സ് ആയിട്ട് നമുക്കിവിടെ മലയാളത്തിൽ ഇറക്കിയ സിദ്ദിഖ് മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 8 തോട്ടകൾ എന്ന് പറയുന്ന സിനിമയാണ്. ഒരു പോലീസുകാരൻ ഒരു ഗുണ്ടയുടെ പിറകെ ഇതുപോലെ നിരീക്ഷിക്കാൻ പോയ പോലീസുകാരന്റെ തോക്ക് ബസ്സിൽ വെച്ച് ഒരു കുട്ടി അഴിച്ചുകൊണ്ട് പോകും. കുട്ടി കൊണ്ടുപോയി ഇത് വിൽക്കും. ഇത് പിന്നീട് പല തവണ ഇതിന്റെ വെടി പൊട്ടുന്ന വെടിയുടെ എല്ലാം പിന്നെ ഉണ്ട പുറത്തെടുക്കുമ്പോൾ പോലീസിന്റെ ബുള്ളറ്റ് എല്ലാം പോലീസിന്റെ ബുള്ളറ്റ്. അതാണ് അതിന്റെ കഥ. അങ്ങനെയുള്ള സ്ഥിരമായിട്ട് ഇങ്ങനെ ഇടാറുണ്ട്. അപ്പൊ ഇവനെയൊക്കെ ഇതുപോലെ നിരീക്ഷിക്കാൻ സംവിധാനം ഉണ്ടായിരിക്കണം. സംവിധാനം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ അക്രമത്തിനൊക്കെ ഒരു പരിധി ഉണ്ടാവുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതിനകത്തൊരു അപാകത പറഞ്ഞു. ഞാൻ ഈ ജില്ല തിരിച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. അത് ഞാനൊരു ചുമ്മാ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. സ്ഥിരമായി അങ്ങനെ കഥ വരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു കലയുടെ കേസ്, പിന്നീട് കുട്ടികളുടെ കേസ്, കുട്ടികളെ കൊന്ന് കുഴിച്ചിടുന്ന കേസ്, ഇങ്ങനെ പല ക്രൈം കേസുകൾ അവിടെ വരുന്നുണ്ട്. 2 കേസുകൾ അങ്ങനെ വന്നു. പിന്നെ ഒരു സ്ത്രീയെ, പ്രായമായിട്ടുള്ള സുഭദ്ര, അവരെ കൊന്ന് കുഴിച്ചിട്ട കേസ്. അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ക്രൈം കേസുകൾ ഒരുപാട് ഈ ജില്ലയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ അങ്ങനെ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അത് ആലപ്പുഴക്കാർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എന്നോട് ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. അപ്പൊ ഇയാള് പോലീസ് പിടിയിലായിട്ടുണ്ട്. ഇയാളെ പറഞ്ഞു വിട്ട അവരുടെ ഒരു വാക്കുകൂടി പറയുന്നുണ്ട്. പെട്ടെന്നാണ് പിന്നിൽ നിന്ന് കഴുത്തിൽ കൈ മുറുക്കിയത്. കമിഴ്ത്തി താഴെയിട്ട് പിടിമുറുക്കി. സ്പൂൺ കൊണ്ട് കുത്തിയപ്പോൾ കൈ അയഞ്ഞു. അപ്പോഴാണ് നിലവിളിക്കാനായത്. അത് കേട്ടാണ് ഭർത്താവ് ഓടിയെത്തിയത്. ആ സ്പൂണാണ് ആ സ്ത്രീയെ രക്ഷിച്ചത്. ഒരു സേഫ്റ്റി പിൻ വരെ നമ്മുടെ സ്ത്രീകളെ രക്ഷിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങളുള്ളത് നമ്മൾ പതറിപ്പോയാൽ ഇതൊന്നും ഉപയോഗിക്കാൻ അതാണ് ഇപ്പൊ ഈ ഒരു സേഫ്റ്റി പിൻ വരെ നമ്മുടെ സ്ത്രീകളെ രക്ഷിച്ച സംഭവങ്ങളുണ്ട്. അതിനകത്ത് ഒരു വലിയ പാഠം, സ്ത്രീകൾക്ക് ഒരു വലിയ പാഠമുണ്ട്. സ്ത്രീകളെന്നല്ല, പുരുഷന്മാർ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എന്ത് സാധനവും നിങ്ങൾ രക്ഷിക്കും. അത് ആ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രം മതി. സ്ത്രീകളോടാണ്. പേന പോലും നമുക്ക് ഉപയോഗിക്കാം. അതെ, സ്ത്രീകളോടാണ്. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ആയുധവും നിങ്ങളെ രക്ഷിക്കും. ശരി.